أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു തീൻ ആയത് നമ്പർ 1 മുതൽ 4 വരെ. അർത്ഥം: പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അത്തിയും ഒലീവും കൊണ്ട് സത്യം, സീനായ മലയെ കൊണ്ടും സത്യം, നിർഭയമായ ഈ പട്ടണത്തെ കൊണ്ടും സത്യം. ഈ ആയത്തുകളുടെ വിശദീകരണം തഫ്സീറെ കബീർ അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആലാനുവിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. മുമ്പോട്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആലാൻഹു അരുൾ ചെയ്യുന്നു: ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു തആലാൻഹു ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പരാമർശിക്കുകയുണ്ടായി. അത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആലാൻഹു ആ വിശദീകരണത്തിൻ്റെ ചുരുക്കം പരാമർശിക്കുകയുണ്ടായി. പറയുന്നു, ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു തആലാൻഹു പറയുന്നു, ഈ വസ്തുക്കളെ കൊണ്ട് സത്യം പറയാൻ തീൻ വസ്സൈത്തൂൻ, അതായത് അത്തിപ്പഴത്തെ കൊണ്ടും ഒലീവിനെ കൊണ്ടും സത്യം പറയാൻ കാരണം തീൻ സൈത്തൂനും ഭക്ഷണ വസ്തുക്കൾ എന്നല്ലാതെ തന്നെ മരുന്നുകൾക്ക് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ മരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഡോക്ടർമാർ തീൻ അത്തിപ്പഴത്തെ മരുന്നായി ഉപയോഗിക്കാൻ പറയും. ചിലപ്പോൾ സൈത്തൂൻ ഒലീവിനെ ഉപയോഗിക്കാനും പറയും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു കാലത്ത് അള്ളാഹു തൂരി സീനീൻ, തൂർ പർവ്വതത്തിൻ്റെ ആശയത്തെ ഉപയോഗിക്കുന്നു. പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടി മരുന്ന് മാറ്റുന്നത് പോലെ പിന്നീട് ബലദുൽ അമീൻ എന്ന മരുന്ന് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറയുന്നു. ഹക്കായിക്കുൽ ഫുർഖാൻ വോളിയം 4. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആലാൻഹു മുൻപോട്ട് പറയുന്നു, അതായത് മുകളിൽ പറഞ്ഞതുപോലെ തീൻ എന്നതുകൊണ്ട് ബനി ഇസ്രായേൽ, തീൻ അത്തിപ്പഴം എന്നതുകൊണ്ട് ബനി ഇസ്രായേലിനെയും, സൈത്തൂൻ അതായത് ഒലീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലദുൽ അമീനിൽ ബന്ധപ്പെട്ട ആളുകൾ എന്നാണ്. ഇതിൻ്റെ മുൻപോട്ട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആലാനു പറയുന്നു, ഇവിടെ ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു തആലാനുവിൻ്റെ ഈ വിശദീകരണത്തിൽ, ഈ വിഷയത്തിൽ ഒരു പ്രത്യേകത കാണാൻ സാധിക്കുന്നു. അത് ഇതാകുന്നു: ഏതുപോലെ ഒരു ഡോക്ടർ, വൈദ്യൻ തീൻ അതായത് അത്തിപ്പഴത്തെ മരുന്നെന്നോളം ഉപയോഗിക്കവേ അത് മാറ്റി, അത് ഒഴിവാക്കി സൈത്തൂൻ, ഒലീവ് ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നുവോ, അതുപോലെ അള്ളാഹു തീൻ അത്തിപ്പഴത്തെ ഉപയോഗിക്കുന്നത് മാറ്റിക്കൊണ്ട്, ചികിത്സക്ക് അത് മാറ്റിക്കൊണ്ട് സൈത്തൂൻ്റെ പ്രയോഗത്തെ ഇവിടെ നിർദ്ദേശിക്കുകയാണ്. ഇത് ഒരു ആരോപണത്തിന് ഒരിക്കലും കാരണമാകുന്ന വിഷയമേ അല്ല. ഇവിടെ എന്ത് ആരോപണമാണ് ഉന്നയിക്കാൻ സാധിക്കുക? അള്ളാഹു ഒരു വൈദ്യനാണ്. രോഗിയുടെ രോഗ അവസ്ഥ അനുസരിച്ച് ആകാശത്തിൽ നിന്ന് അതിനുള്ള ചികിത്സ ഇറക്കുന്നു. ഏതു സമയം വരെ തീൻ അതായത് അത്തിപ്പഴത്തിൻ്റെ ചികിത്സ ആവശ്യമുണ്ടായിരുന്നുവോ അതുവരെ തീൻ അതിൻ്റെ ചികിത്സ ഇറക്കുകയുണ്ടായി. അതിനുശേഷം സൈത്തൂൻ്റെ ആവശ്യം ചികിത്സയ്ക്ക് വേണ്ടി ആ മരുന്നിൻ്റെ ആവശ്യം വന്നപ്പോൾ സൈത്തൂൻ ഇറക്കുകയുണ്ടായി. ഈ ഒരു മാറ്റത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുകളിൽ യാതൊരു ആരോപണവും ഉന്നയിക്കുവാൻ സാധിക്കുന്നതല്ല. മറിച്ച് ഈ ഒരു യുക്തിയെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. അവൻ അള്ളാഹു എന്തു ചെയ്താലും അത് മനുഷ്യൻ്റെ നന്മക്കും ഉപകാരത്തിനും മാത്രമായിരിക്കും. ഇവിടെ ഈ പരാമർശിക്കപ്പെട്ട വിഷയം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അൽ അവൽ റളിയല്ലാഹു തആലാൻഹു പരാമർശിച്ച ഈ വിഷയത്തിൽ വളരെയേറെ നിഗൂഢതകളും രഹസ്യങ്ങളും ജ്ഞാനങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. മുൻപോട്ട് ഹുസൂർ പറയുന്നു, ഇത് വളരെ ഗംഭീരമായ ഒരു പോയിൻ്റാണ്.
കാരണം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ഈ ഒരു പുതിയ ശരീഅത്ത് ഇറക്കപ്പെടുന്നതിൽ തീർച്ചയായും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാവുന്നതാണ്. അള്ളാഹു എന്തിനാണ് മൂസവി ശരീഅത്ത്, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ശരീഅത്ത്, മുഹമ്മദി ശരീഅത്ത് ഇറക്കിയത് എന്ന് ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാവുന്നതാണ്. അള്ളാഹു അതിന് മറുപടി നൽകുന്നു. അള്ളാഹു പറയുന്നു, ഏതുപോലെ ഒരു ഡോക്ടർ, വൈദ്യൻ ഒരു രോഗിക്ക് മരുന്ന് ചികിത്സയ്ക്ക് വേണ്ടി നൽകുമ്പോൾ എന്നേക്കുമായി ഒരേ മരുന്ന് ഒരിക്കലും നൽകാറില്ല. നിങ്ങൾക്ക് അറിയാം, അവിടെ മരുന്ന് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് മാറ്റപ്പെടുന്നു. ബുദ്ധിയുള്ള ഡോക്ടർമാർ ചികിത്സയും മരുന്നും രോഗിയുടെ അവസ്ഥ അനുസരിച്ച് മാറ്റുന്നു. ചിലപ്പോൾ തീൻ, അത്തിപ്പഴത്തെ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ഡോക്ടർ പറയും ഇത് മാറ്റി സെയ്ത്തൂനെ, ഒലീവ് ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇന്നത്തെ ദർസ് ഇതോടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം വരും ദിവസങ്ങളിലെ ദർസുകളിൽ കേൾപ്പിക്കുന്നതാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹ്.